ശൈലജ ടീച്ചർ തോറ്റിരിക്കുന്നു എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത CPM-കാരാണ് ആ പ്രദേശത്ത് മഹാഭൂരിപക്ഷവും. എന്തുകൊണ്ട് എല്ലാ ദിവസവും ഷാഫിക്ക് പിറകെ പോവുകയാണ് CPM, പ്രത്യേകിച്ച് വടകരയിൽ CPM. അതെന്താണെന്ന് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ CPM-നെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തോറ്റിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതിൽ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ CPM-നെ സംബന്ധിച്ച് ഏറ്റവും ആഘാതം ഉണ്ടാക്കിയ 2 തെരഞ്ഞെടുപ്പ് തോൽവികളാണ്. ടീമിലെ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട 2 ബിംബങ്ങളാണ്. ഒന്ന് ശൈലജ ടീച്ചറും ഒന്ന് സ്വരാജും. ഇവർ 2 പേരുടെയും തോൽവി ഉൾക്കൊള്ളാൻ CPM-ന് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ഷാഫിയെ സവിശേഷമായി ലക്ഷ്യം വെച്ചിട്ടുള്ള പല സംഗതികളും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും? ഈ ഷാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു പാർട്ടി ഇങ്ങനെ എല്ലാ ദിവസവും പിറകെ കൂടി പിന്നാലെ കൂടി നടന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? അത് ഷാഫിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഷാഫിയുടെ താരപരിവേഷം വർദ്ധിപ്പിക്കുക